മുതുമലയിലെ സഫാരിയിലാണ് നമ്മളിത് ഈ ഒരു അടിപൊളി കൊമ്പനെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കൊമ്പന്മാർക്കൊക്കെ തീരെ ചെറിയ കൊമ്പാണല്ലോ. പക്ഷേ ഇവിടെയുള്ള കൊമ്പന്മാരെയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി കൊമ്പായിട്ടാണ് നിൽക്കുന്നത്. ഇതിനു മുന്നൊക്കെ മുതുമലയിൽ സഫാരി എടുത്തപ്പോഴെല്ലാം നമ്മൾ പിടിയാനകളെയാണ് കണ്ടത്. ആദ്യമായിട്ടാട്ടോ നമുക്കൊരു കൊമ്പനെ കിട്ടുന്നത്. ബന്ദിപ്പൂരും കബനിയിലൊക്കെ സഫാരി സ്റ്റോപ്പ് ചെയ്ത് പിന്നെ മുതുമലയിൽ സഫാരിക്ക് ആളുകൾ ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഇവിടുത്തെ സഫാരി റേറ്റൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. 300 സംതിങ് ഒക്കെ ഉള്ളൂ ഇവിടുത്തെ റേറ്റ്. പക്ഷേ നല്ല രസമാണ്. നമുക്ക് ഇതുപോലുള്ള സൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. ഇതുപോലെയൊക്കെ ആനകളൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഫോറസ്റ്റുകാരൊക്കെ ഒരുക്കണം, സഫാരി തന്നെ എടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ കൂളായിട്ട് അവരുടെ വണ്ടിയിൽ ഇരുന്നിട്ട് ആനകളെയൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു നല്ലൊരു അടിപൊളി കൊമ്പനെ കണ്ടിട്ട് ആ ഒരു കൊമ്പൻ നമ്മളെ നോക്കുന്നത് പോലുമില്ല. കഴിഞ്ഞ തവണയൊക്കെ പിടിയാനകളെ കണ്ടപ്പോൾ സഫാരി വണ്ടി ഫുൾ അവർ വളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണോ അതിൻ്റെ ആ ഒരു തലയെടുപ്പാണ് അവനെ കാണുന്നത്. എന്തായാലും നമ്മളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. സഫാരി വണ്ടിയൊക്കെ കണ്ട് ഇവർക്ക് ശീലമായെന്ന് തോന്നുന്നു. യാതൊരു മൈൻഡില്ലാണ്ടാണ് അവൻ പോണത്. പക്ഷെ നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു നല്ല അടിപൊളി കൊമ്പൻ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം കാണുന്നത്. പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ സഫാരി വണ്ടിയിലായതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഇവരെ കണ്ട് ആസ്വദിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ റോഡ് സൈഡിലോ മറ്റൊക്കെയാണ് ഈ ഒരു കൊമ്പനെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കരുത്. ഇതിപ്പോൾ സഫാരി വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ നമുക്ക് വണ്ടിയൊക്കെ നിർത്തി തരും. ആ ഒരു കൊമ്പൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ മാത്രമാണ് അതൊന്ന് നമ്മളൊന്ന് ഇങ്ങനെ നോക്കി പേടിപ്പിച്ചത്. അതിന് ശേഷം അത് വീണ്ടും ഇങ്ങനെ കൂളായിട്ട് നടന്നു പോയായിരുന്നു. എനിക്ക് പിടിയാനകളെ അപേക്ഷിച്ച് കൊമ്പന്മാരോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കൊമ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള വലിയ കൊമ്പന്മാരെ കാണുമ്പോൾ കുറച്ച് കൂടുതൽ നേരം കണ്ടു നിൽക്കാനൊക്കെ തോന്നും. പിന്നെ നിങ്ങൾ ഈ ഒരു മുതുമല മസനഗുഡി ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സഫാരി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആനിമൽ സൈറ്റിംഗ് കിട്ടാൻ. ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് നടത്തിയാൽ തന്നെ ഇഷ്ടം പോലെ ആനിമൽ സൈറ്റിംഗ് കാണാൻ പറ്റും. രാവിലെയും വൈകിട്ടൊക്കെ ഒരുപാട് ആനകളൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റും. പക്ഷേ സഫാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂളായിട്ട് നിന്ന് കാണാം എന്നുള്ളൂ. എന്തായാലും നമ്മുടെ നാട്ടിലെ കൊമ്പന്മാരെ കണ്ടുമടുത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.